ഫാമിലി മൊത്തമായിട്ട് വന്നിട്ട് റീൽസ് എടുക്കുകയാണ്. നല്ല അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാണ്. എലിഞ്ഞ് കയറി താഴോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിട്ടുള്ളത്. അപ്പം നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നുമില്ല, ഇതൊരു നമ്മുടെ ട്രിപ്പാണ്, ഒരു 1 ഡേ ട്രിപ്പ്. കൊച്ചിയിൽ നിന്നും വെറും 30 കിലോമീറ്ററിനുള്ളിൽ പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് അരീക്കൽ വാട്ടർഫാൾ. അതായത് എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ വാട്ടർഫാൾ ആണെന്ന് പറയുന്നത്. അവിടെ ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട് നല്ല കുളിക്കാനൊക്കെ ഒരുപാട് സെറ്റപ്പ് ഉണ്ട്. അതുകൂടാതെ അതിൻ്റെ അടുത്ത് തന്നെ, വളരെ അടുത്ത് തന്നെ കൊച്ചരിക്കൽ കേവ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കേവ്സും ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കേവ്സ് ആണ്. ഒരുപാട് ആൾക്കാർ ഈ അരീക്കൽ വാട്ടർഫാളിൽ പോകുന്ന എല്ലാ ആൾക്കാരും കൊച്ചരിക്കൽ കേവ്സിലേക്കും പോകുന്നതെന്ന് പറയുന്നത്. അപ്പം നമുക്കിന്ന് 2 വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് കൊച്ചരിക്കൽ കേവ്സിലാണ്. ആദ്യം കൊച്ചരിക്കൽ കേവ്സ് പോയിട്ട് അതിനുശേഷം അരീക്കൽ വാട്ടർഫാളിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ പോകുന്ന വഴി ഇനി നമുക്ക് ഇവിടുന്ന് വെറും 3 കിലോമീറ്ററേ ഉള്ളൂ. ഫുള്ളൊരു കാട് പോലത്തെ സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. കാട് പോലത്തെ സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾ കരുതി ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ. നോനോ നിക്കും ബിരിയാണി പാർസലൊക്കെ ആക്കി കൊണ്ടുവന്നിട്ട്, നെയ്ച്ചോറും ചിക്കൻ കറിയും പാർസലാക്കി കൊണ്ടുവന്നിട്ട് കഴിക്കാണ്. ചിക്കൻ കറി ഓൾറെഡി രാവിലെ തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ചിക്കൻ കറി ഒരു കുറച്ച് നെയ്ച്ചോറും ആക്കിയാൽ പൊതിഞ്ഞിട്ട് കൊണ്ടുവരാം. ഇതിന്റെ ഒരു എന്താ പറയണ്ട, ഒരു സുഖം വേറെ തന്നെയാണ്. നല്ല ചിക്കൻ കറിയും ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതിനെക്കാട്ടൊക്കെ നല്ല സുഖമാണ്. നല്ല നൈനൂസിന്റെ പൊതിച്ചാറായത്. എൻ്റെ അത് പൊളിച്ചിട്ടില്ല. നൈനൂസ് ഹാപ്പിയാണ് അല്ലേ ചിരിച്ച? ഹേയ് പറഞ്ഞ ഹലോ ഗൈസ് പറഞ്ഞേ. നൈനൂസ് ബൈക്കിൽ ഒരു ഉറക്കം ഉറങ്ങി. ഞങ്ങൾ ബൈക്കിലാണ് ഇന്നത്തെ ട്രിപ്പ്. നമ്മുടെ അവഞ്ചർ കുട്ടപ്പനിലാണ് യാത്ര. പക്ഷെ അത് കൂടാതെ ബൈക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്കിഡാവുകയും ചെയ്തു ഇവിടെ എത്തിയപ്പോൾ. റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടാണ് ഗൈസ്, കാട്. ചെറുവ റോഡിലാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ള് റബ്ബർ തോട്ടങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ റോഡ് വഴിയാണ്. ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പം ഒറ്റക്കാണെങ്കിൽ വലിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കണം. ഇവിടെ നല്ലൊരു പോയിന്റ്, ഒരു വലിയൊരു പാറയും അതിന് അടുത്തൊരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ഒരു സ്ഥലത്ത് നിർത്താൻ പറ്റി. അവിടെ നിന്ന് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് യാത്ര തുടരാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം ബാക്കി കാണാം. അപ്പോൾ കൊച്ചിയിൽ നിന്ന് വരുന്ന വഴിക്ക് ഈ റൂട്ടല്ലാതെ വേറെ മെയിൻ റോഡ് വഴിയും റൂട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ റൂട്ടിലൂടെ വന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കാണാൻ പറ്റി. ഇവിടെ ഒരു ഭയങ്കരമായിട്ട് സ്റ്റെപ്പൊക്കെ ആക്കിയിട്ടുണ്ട്. പാറയുടെ മുകളിൽ തന്നെ പാറയെ കൊണ്ട് കെട്ടിയിട്ട് നല്ല കിടുക്കാച്ചി സ്റ്റെപ്പൊക്കെ ആക്കിന്. ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് ഒരുപാട്. നല്ല കൂളായിട്ട്, വെയിലൊന്നും ഇല്ലെങ്കിൽ നല്ല ഇരിക്കാൻ പറ്റിയ പാറ. നൈനൂസും നിക്കും ഒക്കെ അവിടെ നിന്ന് പാത്രമൊക്കെ കഴുകി നമ്മൾ അടുത്ത കേവ്സിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് നേരെ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചെന്ന് മാത്രം. ഫുള്ള് റബ്ബറും എന്താ പറയേണ്ടത്, റബ്ബറുണ്ട്, പിന്നെ ഒരുപാട് പിലാവുണ്ട്, അങ്ങനെയുള്ള കശുവണ്ടി, ഇവിടെയൊക്കെ മരങ്ങളാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ താഴോട്ട് ഇറങ്ങിയിട്ട് പോവാ, നമുക്ക് പോയാലോ. അപ്പോൾ കൊച്ചരിക്കൽ കേവ്സിലേക്ക് പോകുന്ന വഴിക്ക് കണ്ടതാണിത്. സ്ഥലത്തിൻ്റെ പേര് എന്തോ കായനോടോ അങ്ങനെ എന്തോ ആണ്. എന്താണെന്ന് അറിയില്ല. ഇവിടെ ഒരു ചെറിയൊരു വെള്ളമൊക്കെ കെട്ടിവെച്ച് ഒരു ചെറിയൊരു അണക്കെട്ട് പോലെയൊക്കെ ആക്കിയിട്ടുള്ള സംഭവമാണ്. ഒരുപാട് പേര് ഇറങ്ങി കുളിക്കുന്നുണ്ട്, ഒരുപാട് വണ്ടിയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്കെന്തായാലും ഇവിടെ ഇറങ്ങുന്നില്ല, നമുക്ക് നേരെ കേവ്സിലേക്ക് പോകാം. ഇപ്പോൾ സ്ഥലം ഏതാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞില്ലേ, ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം. അതാണ് ശൂലം വെള്ളച്ചാട്ടം കേട്ടോ. ഞങ്ങൾ അവിടെ പോകണമെന്ന് കരുതിയായിരുന്നു, അതായത് മാപ്പിലൊക്കെ നോക്കുമ്പോൾ. ആ കണ്ടതാണ് ശൂലം വെള്ളച്ചാട്ടം. ശൂലം വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇനി മുകളിലോട്ട് ഈ ഒരു കയറ്റം കഴിഞ്ഞാൽ നമ്മുടെ കേവ്സ് എത്തി. അതിനു മുന്നേ ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം. ഫുള്ളായിട്ട് അവിടെ ഒരു വീട് പോലെ കാണുന്നുണ്ട്. വീടിന് ചുറ്റും എന്ന് വെച്ചാൽ വിശാലമായ ഏക്കർ കണക്കിന് പറമ്പിന് പൈനാപ്പിളാണ് ഗൈസ്. പൈനാപ്പിൾ തോട്ടം എന്ത് രസമാണെന്നോ കാണാൻ. ഇവിടെ നിൽക്കുമ്പോൾ നല്ലൊരു പൈനാപ്പിളിൻ്റെ മണം തന്നെ വരുന്നുണ്ട്. വളരെ സൂപ്പറായിട്ടുണ്ട്. അത് കണ്ടിട്ട് നിർത്തിയതാണ്. അപ്പോൾ ഇവിടുന്ന് ഇനി മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ മുകളിലോട്ട് റോഡ് മഹാവതാണ്. ബൈക്ക് കയറുമെന്ന് അറിയില്ല. അതുകൊണ്ട് നിക്കൂസും നൈനൂസും നടക്കുവാണ്. നമുക്ക് എന്തായാലും ബൈക്ക് എടുത്തിട്ട് കയറ്റി നോക്കാം. ഇങ്ങനെ ഒരു വീടാണ്. ഇതാണ് ഇതിൻ്റെ എൻഡ് പോയിന്റ്. ഇവിടെ നമ്മൾ ബൈക്കൊക്കെ നിർത്തി. ഇവിടെയാണ് കൊച്ചരിക്കൽ കേവ്സിൻ്റെ പാർക്കിംഗ്. ഇവിടുന്ന് താഴോട്ട് നടന്നു പോകണം. ഇവിടുന്ന് ഇനി സ്റ്റെപ്പൊക്കെ ഇറങ്ങി വേണം ഗൈസ് താഴോട്ട് പോകാൻ. ഒരുമാതിരിപ്പെട്ട സ്ഥലമാണ്. എന്താണ് സംഭവം എന്നറിയില്ല. നിക്കൂസും നൈനൂസും ആകെ പേടിച്ചിട്ടുള്ളത്. റോഡൊക്കെ അങ്ങനത്തെ ആയിരുന്നു. ഇവിടെ എത്തുമ്പോൾ തന്നെ കാണുന്നത് പടുക്കൂറ്റൻ ഈ ഒരു മരമാണ്.
അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങോട്ടേക്ക് പോയി നോക്കാം. എൻ്റെ അമ്മോ, ഫാമിലി ആയിട്ടൊക്കെ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇങ്ങോട്ടാ നോനു വാ, ഇനി പപ്പ എടുക്കാം കേട്ടോ. കക്കൂസ്, മൂത്രപ്പുര, ഡ്രസ്സിങ് റൂം എല്ലാം ഉണ്ട്. ഇവിടെ ഒരു കിണറും കാണുന്നുണ്ട്. ഒരു വലിയൊരു മരം തന്നെയുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുത്ത് അടിക്കാം ഇങ്ങനെ എല്ലാവരും. ഇപ്പോൾ ഇത് ചെറിയ കുളം തന്നെ. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് താഴോട്ട് പോകാം. ഗുഹ കാണണം. ആ നോക്കിയേ, മരം നോക്കിയേ, എന്ത് ഭംഗിയാ കാണാനല്ലേ വാവേ. ഇത്ര ആ നമ്മളെ രക്ഷിക്കൂലേ, നല്ല മരല്ലേ. ആ നമുക്ക് നീ താഴോട്ട് പോവാ വാവേ, പോവാ. അമ്മേനോട് വീഴറിയേ പറ. ഇഷ്ടായിനാ? ഇതാണ് ഗൈസ് സ്ഥലം. രക്ഷയില്ല, മാരക ഒരു ഭയങ്കര വലിയ മരം തന്നെയുണ്ട്. ഓക്കെ, എന്ത് സൈസാന്ന്. നൈനോസിന് മരത്തിന്റെ താഴെ വന്നിട്ട് വരെ ഭയങ്കര പേടി. നമ്മളെ രക്ഷിക്കുക എങ്ങനാ? ഈ മരം നമ്മളെ രക്ഷിക്കുന്നു. ഇത്രയേറെ പേടിയായിരുന്നു മരത്തിന്റെ അടുക്കുന്നൊക്കെ. അപ്പൊ അവിടെ നിന്ന് വന്നപ്പോ പറയുന്നത് ഈ മരം നമ്മളെ രക്ഷിക്കും അല്ലേ. മരത്തിന്റെ വലിപ്പം കണ്ട വാവേ, 2 വലിയ മരത്തിന്റെ വേരാ ഇത് കാണുന്നത്. നോക്കിയാണ്ടാ, എന്ത് ഭംഗിയാണ് ഗൈസ്, എന്ത് ഭയങ്കര വലിയ മരമാണ് ഇത്. അതിന്റെ അപ്പുറത്താണ് ആ കാണുന്നതാണ് കേവ്സ്. അപ്പൊ നമുക്ക് മുകളിലോട്ട് കയറി നോക്കാം. അപ്പൊ അതിനു മുമ്പ് ഇവിടെ ഒരു ചെറിയ കുളം തന്നെയുണ്ട്. എന്ത്, നമ്മൾ കേവ്സിലേക്ക് നടന്നോളൂ, കയറിക്കോളൂ മകളെ. ഇതാണ് കേവ്സിലേക്കുള്ള വഴി. അപ്പോൾ ഇതാണ് ഗൈസ് കൊച്ചരീക്കൽ കേവ്സ് എന്ന് പറയുന്നത്. ഇത് വേരിന്റെ പകുതിക്കുന്നൊക്കെ മണ്ണ് പോയതാന്ന് തോന്നുന്നു. വേര് വന്ന വഴി നോക്കി. മൈ ഗോഡ്, ഉണ്ടാവും അറിയില്ല. ആൾക്കാർ കലക്കുന്നൊക്കെ ഉണ്ട് അല്ലേ. ഇത് ശുദ്ധമായ വെള്ളം നോക്കിയാൽ നല്ല ക്ലിയർ വെള്ളം അല്ലേ. ഇതാണ് ഗൈസ് കേവ്സ്. ഇതിന്റെ മുകളിലേക്ക് കുറെ സ്റ്റെപ്പൊക്കെ കാണുന്നുണ്ട്. കാര്യം പോവാൻ എന്തായാലും പോയി നോക്കാം. ഗൈസ് ഫാമിലി മൊത്തമായിട്ട് വന്നിട്ട് റീൽസ് എടുക്കുകയാണ്. നല്ല അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാണ്. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത നല്ല കൈവേലിയൊക്കെ കെട്ടിയിട്ട് നല്ല കിടുക്കാച്ചി സ്റ്റെപ്പ് ഉണ്ട് മുകളിൽ. അപ്പോൾ അതും കൂടി കണ്ടു നോക്കാം. ഇത് ഗൈസ് നിങ്ങൾ കൊച്ചിയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 1 ഡേ ട്രിപ്പ് അടിക്കാൻ ഒരിക്കലും മിസ്സാക്കാത്ത സ്ഥലമാണ്. എന്ത് ഭംഗിയാണെന്നറിയാം കാണാൻ. ആൾക്കാരൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് തകർപ്പ് റീൽസൊക്കെ എടുക്കുകയാണ്. ഇനി ഇവിടുന്ന് നമുക്ക് നേരെ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോയി നോക്കാം. മുകളിൽ എന്താ അവസ്ഥ നോക്കാം. സ്റ്റെപ്പ് അത്യാവശ്യം കയറാനുണ്ട്. ചിരിക്കൽ ചിറ നവീകരണം. ഇത് ഇവിടെ നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വാർഡ് മെമ്പറും എല്ലാവരും കൂടി ഈ ചിറ നവീകരിക്കുകയാണ്. അപ്പോൾ മുകളിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് റബ്ബർ ട്രീ ഒക്കെയാണ് കാണുന്നത്. അതിനടുത്ത് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു റോഡാണ് കാണാൻ പറ്റിയത്. അതായത് ഇവിടെ ഈ ഒരു നാട്ടിലുള്ള ഏതോ സ്ഥലത്തേക്കൊക്കെ പോകുന്ന റോഡാണ്. അപ്പോൾ അവിടെയാണ് ഈ പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിൻ്റെ കൊച്ചരീക്കൽ ചിറ എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നവീകരണം നടക്കുകയാണ്. ഇവിടെ കല്ലൊക്കെ വെച്ച് കെട്ടി ഒരുപാട് ഹോളോ ബ്രിക്സും കാര്യങ്ങളൊക്കെ വെച്ച് കെട്ടി ഇവിടെ നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ ഒരു ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ആ കുളവും കൂടി ഉള്ളതുകൊണ്ട് എല്ലാവർക്കും നല്ലതാണ്. ഫാമിലി ആയിട്ട് വന്നിട്ട് കുളിക്കാനും അങ്ങനെയുള്ള എല്ലാ സംഭവമുണ്ട്. അത് മാത്രമല്ല, കുളിച്ചതിന് ശേഷം ലേഡീസിനായാലും ജെൻസിനായാലും ഡ്രസ്സ് മാറാനുള്ള സ്ഥലങ്ങളുണ്ട്. കക്കൂസ് ഉണ്ട്, കുളിമുറിയുണ്ട്, എല്ലാ സാധനങ്ങളും ഇവർ സെറ്റാക്കിയിട്ടുണ്ട്. കാരണം ഇവിടെ ടൂറിസ്റ്റ് ഇനി പറ്റിയ നല്ലൊരു പോയിന്റ് ആയതുകൊണ്ട് തന്നെ ഇവർ അതിനെ നല്ലോണം തന്നെ ഈ പഞ്ചായത്ത് നോക്കുന്നുണ്ടെന്ന് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് താഴോട്ട് തന്നെ പോയി നോക്കാം. നോനൊന്ന് ചെയ്യുന്നേ, എന്താ നോനൊന്നും ഇഷ്ടമായ? നോന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. വെള്ളം കിട്ടിയോണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പകുതിക്ക് വെച്ച് പെട്ടുപോയ ഒരാളാണ്, ഇറങ്ങാൻ വേണ്ടി കളിക്കാണ്. എളിഞ്ഞു കയറി താഴോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിട്ടുള്ളത്. ഇതിവിടെ കുടിവെള്ളത്തിന്റെ സംഭവങ്ങളൊക്കെ മോട്ടറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കുടിവെള്ളമാണ്. അതായത് മുകളിലേക്ക് കുടിവെള്ളം എടുക്കുന്നത് ഇവിടെ നിന്നാണ്.
ഓ അതായത് മുകളിലേക്ക് വരുന്ന വെള്ളം, മുകളിൽ നിന്ന് മലയിൽ നിന്ന് വരുന്ന വെള്ളം ഫസ്റ്റ് ഇവിടെയാണ് വീഴുന്നത്. അപ്പോൾ അതിലവർ പൈപ്പ് ഇട്ടിട്ട് അവിടെ നിന്ന് മുകളിലുള്ള വീടുകളിലേക്കൊക്കെ പൈപ്പ് ഇട്ടിട്ട് കുടിവെള്ളമായിട്ട് കൊടുക്കുകയാണ്. വെച്ചിട്ടുണ്ട് അടിയോട്ടയുള്ള തൊട്ടിയാണ്, അതിനെക്കൊണ്ട് ഗുണമൊന്നും ഇല്ലെങ്കിലും കൂടി വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു തൊട്ടിയും കൂടി വെച്ചിട്ടുണ്ട്, കുടിവെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ശുദ്ധമായ പാറേൻ്റെ മുകളിൽ നിന്ന് വരുന്ന നല്ല ശുദ്ധമായ വെള്ളമായിരിക്കും. വലിഞ്ഞ് മുകളിലൊക്കെ കയറിയിട്ടുണ്ട്, ഏറ്റവും മുകളിലൊക്കെ വലിഞ്ഞ് കയറി ആ ഗുഹേൻ്റെ ഉള്ളിലൊക്കെ വലിഞ്ഞ് കയറിയിട്ടൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാൻ സുഖമാണ്. ഈ വേര് പിടിച്ച് പിടിച്ച് കയറാനൊക്കെ പറ്റും. വേ എന്ത് അമ്മേനെ പോലെ വലിയാവും കുറച്ചുകൂടി കഴിഞ്ഞാലാ? അതെയാ? അന്നേരത്ത് ഭാവി എന്താ ചെയ്യാ? ഓ അങ്ങനെ ആക്കും ചേട്ടന്മാരെ പോലെ വെള്ളത്തില്. അവക്ക് സന്തോഷാവും അല്ലേ? എന്നാ ബായ് പറ എല്ലാരോടും. ബൈ ഗൈസ്. ഒരു ഫാമിലി ആയിട്ട് വന്നിട്ട് ഫ്രണ്ട്സിന്റെ പോലെയൊക്കെ വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ, നിങ്ങൾ കണ്ടോ താഴെ കണ്ടോ, അവർ ഇപ്പോഴും റീൽ എടുക്കുന്നത് നിന്നില്ല. അപ്പോൾ പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമാണ്. ഇനി ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ അടുത്ത വീഡിയോ നമ്മുടെ വാട്ടർഫോൾ കാണിച്ചു തരും. നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് അരീക്കൽ വാട്ടർഫോൾസിലാണ്. അപ്പോൾ അരീക്കൽ വാട്ടർഫോൾസിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിലാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 2 പാർട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോനെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അരീക്കൽ വാട്ടർഫോൾസും കൂടി കാണാം.